നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഗാനവീഥിയിലാണ്. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, വയലാർ രാമവർമ്മയോടൊപ്പം ആർ.കെ. ശേഖർ പഴശ്ശിരാജ എന്ന സിനിമയ്ക്ക് വേണ്ടി സംഗീതമൊരുക്കി. അടുത്ത ചിത്രത്തിൽ സ്വാഭാവികമായിട്ടും പിണക്കം തീർന്ന് ദേവരാജൻ മാസ്റ്റർ വരേണ്ടതാണ്. എന്നാൽ പഴശ്ശിരാജ എന്ന ചിത്രം പുറത്തു വന്നതിന് ശേഷവും കുഞ്ചാക്കോ സാർ അടുത്ത പടം ആർ.കെ. ശേഖറിന് തന്നെയാണ് നൽകിയത്. പഴശ്ശിരാജയിലെ പാട്ടുകൾ അത്ര നല്ല പാട്ടുകളായിരുന്നു. പഴശ്ശിരാജ സാമ്പത്തികമായി വിജയിച്ചില്ലെങ്കിലും ആ പാട്ടുകൾ ഹിറ്റുകളായി. ഗായകർക്കെല്ലാം ആർ.കെ. ശേഖറിൻ്റെ ഗീതങ്ങളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമുണ്ടായി. അതുകൊണ്ട് അടുത്ത് കുഞ്ചാക്കോ സാർ നിർമ്മിച്ച ആയിഷ എന്ന ചിത്രത്തിലും വയലാറിലെ ഗാനങ്ങൾക്ക് ആർ.കെ. ശേഖറാണ് ഈണം നൽകിയത്. അതിലും വളരെ നല്ല പാട്ടുകളുണ്ടായിരുന്നു. ആ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം ശോകാന്ത ജീവിത നാടകവേദിയിൽ ഏകാകിനിയായി നീ എന്ന പാട്ടാണ്. മുത്താണെ എന്ന് പറഞ്ഞ ഒരു നല്ല ഒരു മുസ്ലിം ഭാഷയിലുള്ള മുസ്ലിം സ്ലാങ്ങിലുള്ള ഒരു പാട്ടുണ്ട്. മുത്താണെ എൻ്റെ മുത്താണെ മുത്തു നബി തന്ന സ്വത്താണെ എന്ന് പറയുന്ന അതിമനോഹര ഒരു പാട്ടുണ്ട്. യാത്രക്കാര പോവുക പോവുക ജീവിതയാത്രക്കാര എന്ന ഒരു ഫിലോസോഫിക്കൽ സോങ്ങുണ്ട്. അത് പി ബി ശ്രീനിവാസാണ് പാടിയത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ശോകാന്ത ജീവിത നാടകവേദിയിൽ ഏകാകിനിയായി നീ എന്നതാണ്. ശോകാന്ത ജീവിത നാടകവേദിയിൽ ഏകാകിനിയായി നീ, ശോകാന്ത ജീവിത നാടകവേദിയിൽ ഏകാകിനിയായി നീ, കഥയറിയാതെ കളിയരങ്ങത്തു നീ കനകച്ചിലമ്പുമായി വന്നു, കഥയിലെ നായകൻ്റെ കണ്ണാടിക്കൂട്ടിലെ കണ്ണുനീക്കുരുവിയെ കല്ലെറിഞ്ഞു നീ കല്ലെറിഞ്ഞു, ശോകാന്ത ജീവിത നാടകവേദിയിൽ ഏകാകിനിയായി നീ. മുത്താണേ എൻ്റെ മുത്താണേ മുത്തു നബി തന്ന സ്വത്താണേ മുത്തം താ ചക്കര മുത്തം താ എന്നാരംഭിക്കുന്ന ഒരു നല്ല പാട്ടും പി സുശീല പാടിയിട്ടുണ്ട്. പി ബി ശ്രീനിവാസ് പാടിയ യാത്രക്കാര പോവുക പോവുക ജീവിതയാത്രക്കാര, അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ജീവിതയാത്രയെക്കുറിച്ചുള്ള നിശ്ചയമില്ലാത്ത, എവിടെയാണ് അവസാനിക്കുമെന്ന് അറിയാത്ത, ഏതൊക്കെ വഴികളിലൂടെ നടക്കുമെന്നറിയാത്ത ജീവിതയാത്രയെക്കുറിച്ച് വയലാർ എഴുതിയ തത്വചിന്താപരമായ ഗാനമാണ്. ഏതായാലും പഴശ്ശിരാജ, ആയിഷ എന്ന രണ്ട് ചിത്രങ്ങൾ സംഗീത സംവിധാനം ചെയ്യാൻ കുഞ്ചാക്കോ സാർ ആർ.കെ. ശേഖറെ അനുവദിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, പഴശ്ശിരാജയും ആയിഷയും സാമ്പത്തികമായി പരാജയപ്പെട്ടു. സിനിമാ രംഗത്ത് ഉള്ളതുപോലെ അന്ധവിശ്വാസം മറ്റൊരു രംഗത്തുമില്ല.
ആദ്യമായി ചെയ്ത പടം വിജയിച്ചില്ല എങ്കിൽ ആ നായകൻ്റെ കാര്യം അല്പം ബുദ്ധിമുട്ടാണ്. ഇന്ന് കുറച്ച് മാറിയിട്ടുണ്ട്, കാലം കുറച്ച് മാറിയിട്ടുണ്ട്, അന്ധവിശ്വാസങ്ങൾ കുറച്ച് മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, പല്ല് ചൊല്ലുന്നത് കേട്ട് യാത്ര ചെയ്യരുത് എന്നൊക്കെ പറയുന്ന കുറേ വിശ്വാസങ്ങൾ ഉണ്ട്. അതുപോലെ ആദ്യ ചിത്രം ഓടിയില്ലെങ്കിൽ ആരാണോ ആദ്യമായി ആ സിനിമയിൽ പ്രവർത്തിച്ചത് ആ കലാകാരന് തമിഴ് ഭാഷയിൽ രാശിയില്ല എന്ന് പറയും, ഭാഗ്യമില്ല. അതുകൊണ്ട് അയാളെ ഇനി വിളിക്കണ്ട, കാരണം അയാൾ ചെയ്ത പടം ഓടില്ല. കാരണം സിനിമയിൽ എല്ലാവർക്കും കലാമൂല്യം, പുരസ്കാരം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അവസാനം പണം വേണമല്ലോ. തിരിച്ചു പണം കിട്ടിയാലല്ലേ വീണ്ടും ഒരു പടം എടുക്കാൻ കഴിയും. അപ്പോൾ ഒരു നിർമ്മാതാവായ എനിക്ക് അത് വ്യക്തമായിട്ടറിയാം. കാരണം 2 പടം അടുപ്പിച്ച് പരാജയപ്പെട്ടാൽ 3ാമത്തെ പടം നിർമ്മിക്കാൻ എവിടെ പണം? കടം പോലും കിട്ടില്ല. അപ്പം അതുകൊണ്ട് പഴശ്ശിരാജയും ആയിഷയും സാമ്പത്തികമായി പരാജയപ്പെട്ടതുകൊണ്ട് കുഞ്ചാക്കോ സാറ് പോലും പിന്നീട് ഒരു പടം പോലും ആർ കെ ശേഖരന് നൽകിയില്ല. മലയാളത്തിലും ആർ കെ ശേഖരന് മലയാളത്തിലെ മറ്റ് നിർമ്മാതാക്കളും ആർ കെ ശേഖരന് പടങ്ങൾ നൽകിയില്ല. അപ്പോഴാണ് ഞാനും ആർ കെ ശേഖരനും തമ്മിൽ പരിചയമാകുന്നത്. ഞാനും ശേഖറും കാട്ടുമല്ലിക മുതൽ, എൻ്റെ ആദ്യ ചിത്രമായ കാട്ടുമല്ലിക മുതൽ സുഹൃത്തുക്കളായി. സുഹൃത്തുക്കൾ, ആത്മാർത്ഥ സുഹൃത്തുക്കൾ, എല്ലാ രഹസ്യങ്ങളും പരസ്പരം പറയുന്ന സുഹൃത്തുക്കൾ. അപ്പോൾ ഞാൻ ശേഖരനോട് നിർബന്ധമായി പറഞ്ഞു, എല്ലാവരുടെയും സഹായമായിട്ട് നീ പ്രവർത്തിച്ചോളൂ, പക്ഷേ സ്വന്തമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചില പടങ്ങൾ ചെയ്യണം. അങ്ങനെ ആർ കെ ശേഖർ, ശ്രീകുമാരൻ നമ്പി, അർജുനൻ, ഇതൊരു ട്രയാങ്കിളായിരുന്നു. അർജുനൻ വന്നതിന് ശേഷവും ആർ കെ ശേഖർ ആണ് അർജുനോടൊപ്പം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രചോദനം നൽകി. ഞാനും ആർ കെ ശേഖറും ചേർന്ന് 11 പടങ്ങൾക്ക് പാട്ടൊരുക്കിയിട്ടുണ്ട്. ആകെ 21 പടങ്ങളിലാണ് ആർ കെ ശേഖർ പ്രവർത്തിച്ചിട്ടുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ ഏതാണ്ട് 11 പടങ്ങൾക്കും പാട്ടുകൾ എഴുതിയ ഞാനാണ്. അതുകൊണ്ട് ആർ കെ ശേഖറിൻ്റെ പ്രതിഭ എത്ര വലുതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഈ 2 പടങ്ങൾ, അതായത് പഴശ്ശിരാജ എന്ന പടത്തിലും ആയിഷ എന്ന പടത്തിലും ദേവരാജ മാസ്റ്റർ പ്രവർത്തിച്ചില്ല ഉദയായിൽ. പക്ഷേ വയലാർ ഒരിക്കലും ഉദയ സ്റ്റുഡിയോയിൽ നിന്ന് മാറിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മൃത്യു സംഭവിക്കുന്നത് വരെ. വയലാറും ദേവരാജനും അവരുടെ ഭാവന, അതിൻ്റെ പൂർണ്ണസ്ഥായിയിലെത്തുന്ന കുറേ പടങ്ങളുണ്ട്. അങ്ങനൊരു പടമായിരുന്നു ഭാര്യ. അങ്ങനെയുള്ളൊരു പടമായിരുന്നു മണവാട്ടി. അതുപോലെ തന്നെ ഒരു സംഗീത ചിത്രമായിരുന്നു ഓമനക്കുട്ടൻ. വീണ്ടും വയലാർ ദേവരാജൻ ടീമിൻ്റെ സമ്പൂർണ്ണ ശക്തി നമ്മൾ കാണുന്നത്, 2 പേരുടെയും പ്രതിഭ ഉദാത്തമായി ഒരുമിക്കുന്നത് നമ്മൾ കാണുന്നത് ഓടയിൽ നിന്ന് എന്ന സിനിമയിലാണ്. ഓടയിൽ നിന്ന് മലയാളത്തിലെ ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നാണ്. തകഴി ശിവശങ്കരപ്പിള്ള, പി കേശവദേവ്, പൊൻകുന്നം വർക്കി. എൻ്റെ ഒക്കെ കൗമാരകാലത്ത് ഞങ്ങൾ ഏറ്റവും അധികം വായിക്കുന്ന രചനകൾ ഇവരുടെയൊക്കെയാണ്. അന്ന് ഉറൂബ്, എം ടി വാസുദേവൻ നായർ, ഈ 2 എഴുത്തുകാർ തെക്കൻ തിരുവിതാംകൂറിലേക്ക്, നമ്മുടെ തിരുവിതാംകൂറിലേക്ക് അധികം വന്നിട്ടില്ല. കാരണം അവരൊക്കെ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ എഴുത്തുകാർ എന്ന് പറയുന്നത് തകഴി ഉള്ള ശിവശങ്കർ പിള്ളയും പി കേശവദേവ് ആണ്. ശരിക്കും പി കേശവ പിള്ളയാണ് പി കേശവദേവായത്. ഈ നമ്മുടെ അയ്യപ്പൻ പിള്ള അഭയദേവായതുപോലെ ആണ് പി കേശവദേവായത്. പി കേശവദേവായത്. അയ്യപ്പൻ പിള്ള അഭയദേവായ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അപ്പോൾ
ഈ ഓടയിൽ നിന്ന് PK സേതു എഴുതിയ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് ഓടയിൽ വീണ് കിടക്കുന്ന ഒരു പെൺകുട്ടിയെ രക്ഷിച്ച് അവളുടെ വീട് കണ്ടുപിടിച്ച് അവളുടെ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു റിക്ഷാക്കാരൻ്റെ കഥയാണ് ഓടയിൽ നിന്ന്. ആ റിക്ഷാക്കാരൻ്റെ പേര് പപ്പു എന്നാണ്. ആ റിക്ഷാക്കാരൻ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് സ്വയം വലിച്ചു പോകുന്ന റിക്ഷ, സൈക്കിൾ റിക്ഷ അല്ല. ആദ്യമൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പോലും ആലപ്പുഴ ST കോളേജിൽ പഠിക്കുന്ന കാലത്ത് പോലും ആലപ്പുഴ കൈകൊണ്ട് വലിച്ചു പോകുന്ന റിക്ഷകളുണ്ടായിരുന്നു. ഒരു മനുഷ്യനെ മറ്റൊരാൾ വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച എല്ലാ ദിവസങ്ങളും കാണാമായിരുന്നു. ഞാൻ കലാലയ വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് അത് നിലയ്ക്കുന്നത്, സൈക്കിൾ റിക്ഷ വരുന്നത്. അപ്പോൾ അങ്ങനെ കൈകൊണ്ട് വലിക്കുന്ന റിക്ഷക്കാരനാണ് പപ്പു. ആ പപ്പു ഓടയിൽ വീണ് കിടന്ന ഒരു കുട്ടിയെ അവിടെ നിന്ന് രക്ഷിച്ച് അവളുടെ അമ്മയെ കൊണ്ട് ഏൽപ്പിക്കുന്നു. പിന്നെ അവരുടെ രക്ഷകനായി മാറുന്നു. ഈ അതിസുന്ദരിയായ ഈ കുട്ടി വളരുന്നു. അവൾക്ക് സുന്ദരനായ ഒരു കാമുകൻ, ധനവാനായ ഒരു കാമുകനുണ്ടാകുന്നു. ഈ തൻ്റെ മകളെ രക്ഷിച്ച ഈ പപ്പു എന്ന ആരോഗ്യവാനായ തൊഴിലാളിയോട് അവളുടെ അമ്മയ്ക്ക് അനുരാഗം തോന്നുന്നു. അവർ തമ്മിൽ ഒരു മാനസികമായ അടുപ്പം, ശാരീരികമായിട്ടും ഉണ്ടാവാം, അടുപ്പമുണ്ടാകുന്നു. എന്നാൽ മകൾ വളരുന്നതോടെ, മകൾക്ക് വലിയ നില വരുന്നതോടെ അമ്മ പതുക്കെ ഈ മനുഷ്യനെ അകറ്റുന്നു. ഒരു കാലത്ത് ആ കുടുംബത്തിന് താങ്ങായിരുന്ന മനുഷ്യനെ അകറ്റുന്നു. അങ്ങനെ അവളുടെ വിവാഹം കഴിഞ്ഞു. അവൾ ആ പെൺകുട്ടി, ഓടയിൽ നിന്ന് ഇഷ്ടക്കാരെടുത്ത പെൺകുട്ടി ധനികയായി, അവൾക്ക് വലിയ ജീവിതം കിട്ടി. അപ്പോൾ PK സേതു നോവൽ അവസാനിക്കുന്നത് ആ റിക്ഷാക്കാരൻ അകന്നകന്ന് പോകുന്നു, ആ ചുമ മാത്രം വായുവിൽ ലയിക്കുന്നു. ആ റിക്ഷാക്കാരൻ്റെ അയാൾക്ക് ക്ഷയരോഗിയായിട്ട് മാറി. മിക്കവാറും ഈ റിക്ഷ വലിക്കുന്ന റിക്ഷാക്കാർ അവസാനം ക്ഷയരോഗികളോ വാതരോഗികളോ ഒക്കെ ആയി മാറുകയാണ് പതിവ്. അങ്ങനൊരു ദയനീയമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിലും. അപ്പോൾ അങ്ങനെയുള്ള ഈ ഓടയിൽ നിന്ന് എന്ന കഥ P. രാമസ്വാമി എന്ന ഒരു പ്രശസ്തനായ ഛായാഗ്രാഹകനുണ്ടായിരുന്നു, ഒരു ക്യാമറാമാൻ. അദ്ദേഹം നിർമ്മിച്ച പടമാണ്. KS സേതുമാധവനാണ് അത് സംവിധാനം ചെയ്തത്. നിങ്ങൾക്കറിയാമല്ലോ, സേതു സാറ് ഏത് പടവും നന്നായി ഒരുക്കുന്ന ആളാണ്. ഓടയിൽ നിന്ന് അതിമനോഹരമായൊരു സിനിമയാണ്. അതിലെ പാട്ടുകളും അതുപോലെ മനോഹരങ്ങളാണ്. നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന പാട്ടുകളാണ്. ഞാനീ പറയുന്നതൊക്കെ പുതിയ കാര്യങ്ങളല്ല. കാരണം വയലാറിൻ്റെ ഗാനങ്ങളും ദേവരാമാഷ സംഗീതവും വയലാറിൻ്റെ ഗാനങ്ങളും ബാബുരാജിൻ്റെ സംഗീതവും ഒക്കെ കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയില്ല. കാരണം പലപ്പോഴും നിങ്ങൾ എന്നെയാണ് പഠിപ്പിക്കുന്നത്. ആ ഭാഗം തെറ്റിപ്പോയി നിങ്ങളല്ലേ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ പാട്ടുകളും നല്ലതാണ്. ഈ ഓടയിൽ നിന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും നല്ലതാണ്. എങ്കിലും വളരെ ലളിതമായ ശൈലിയിൽ വയലാർ എഴുതിയ ഒരു പാട്ടാണ്. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി, കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ കല്യാണപ്പെണ്ണിനെ പോൽ കളിയാക്കി. അത് മനോഹരമായൊരു മുഹൂർത്തമാണ്. കാരണം ഈ മകളെ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ആരോഗ്യവാനായ റിക്ഷാക്കാരനോട് ഈ അമ്മയ്ക്ക് അല്പം അനുരാഗം തോന്നുന്നു എന്ന കാര്യം ഈ തിരക്കഥാകൃത്തും സംവിധായകനെ പുറത്തു കൊണ്ടിരുന്നത് ഈ പാട്ടിലൂടെയാണ്. ആ ഓടയിൽ നിന്ന് സിനിമയിൽ ഈ കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത് ചെറുപ്പക്കാരിയായ കവിയൂർ പൊന്നമ്മയാണ്. അപ്പോൾ സുന്ദരിയും ചെറുപ്പക്കാരിയുമായ കവിയൂർ പൊന്നമ്മ പാടുന്ന പാട്ടാണ് ഈ അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി. അത് ദേവരായ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും വളരെ നമ്മുടെ നാടൻ ശൈലിയിലാണ്. രസകരമായി നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന, പെട്ടെന്ന് ഏറ്റുപാടാൻ കഴിയുന്ന ഈണത്തിലാണ് അദ്ദേഹം വരികൾ ഒരുക്കിയിരിക്കുന്നത്. വയലാർ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി, കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി, കല്യാണി കളവാണി
പാടിക്കൊണ്ടവരെന്നെ കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി. അത് അവളുടെ മനസ്സിൽ മാത്രമല്ല, നാട്ടുകാരെ കുറച്ചൊക്കെ അറിഞ്ഞു തുടങ്ങി എന്നാണ് അതിബുദ്ധിപൂർവ്വം വയലാർ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കണമെങ്കിൽ അവരറിയണമല്ലോ. അപ്പോൾ കഥ എങ്ങനെയാണ് പാട്ടിലൂടെ കൊണ്ടുപോകുന്നതെന്ന് വയലാർ കാണിച്ചു തരികയാണ്. അമ്പലക്കുളങ്ങര കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി. കല്യാണി കളവാണി പാടിക്കൊണ്ട് അവരെന്നെ കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല് എന്ന് പറഞ്ഞ് പിന്നെ വീണ്ടും ഒരു പാട്ട് വയലാറാവുമ്പോൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കല്യാണി കളവാണി എന്ന് പറയുന്നത് നമ്മുടെ ഒരു നാടൻ പാട്ടിലെ വരികളാണ്. അപ്പോൾ അത് ഈ കല്യാണി കളവാണി എന്ന് പറഞ്ഞ് പരിഹസിക്കണമെങ്കിൽ നാട്ടുകാർ പറഞ്ഞു. അങ്ങനെ നാട്ടുകാർ അറിഞ്ഞതിൽ അവൾക്കല്പം സന്തോഷവുമുണ്ട്. കാരണം തനിക്കൊരു നാഥനുണ്ടായി. അപ്പോൾ അങ്ങനെ ഈ അഷ്ടപതി പാട്ടുകൾ കേട്ടു ഞാൻ നിന്നപ്പോൾ അർത്ഥം വെച്ച് അവരെൻ്റെ കവിളിൽ നുള്ളി. അവരുടെ കൺകളിൽ ഞാനൊരു രാധയായി, അങ്ങൊരു കായാമ്പൂ വർണ്ണനായി. അത് ഇർഷാക്കാരനോടാണ് ഈ അയാൾ കേൾക്കാതെ ഈ നായിക പറയുന്നത്. അഷ്ടപതി പാട്ടുകൾ കേട്ടു ഞാൻ നിന്നപ്പോൾ അർത്ഥം വെച്ചവരെൻ്റെ കവിളിൽ നുള്ളി. അവരുടെ കഥകളിൽ ഞാനൊരു രാധയായി, അങ്ങൻ്റെ കായാമ്പൂവർണ്ണനായി. അമ്പലക്കുളങ്ങര കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി. കല്യാണി കളവാണി പാടിക്കൊണ്ടവരെന്നെ കല്യാണ പെണ്ണിനെ പോൽ കളിയാക്കി. അഷ്ടപതി പാട്ടുകൾ കേട്ടു നിന്നപ്പോൾ, അഷ്ടപതി എന്ന് പറഞ്ഞ ഗീതഗോവിന്ദം, ജയദേവരുടെ ഗീതഗോവിന്ദം ആണ് നമ്മൾ അമ്പലങ്ങളിൽ പാടുന്ന അഷ്ടപതി. സോപാന സംഗീതമായിട്ട് മലയാളികൾ സ്വീകരിച്ച കവിതകൾ ജയദേവരുടെ ഗീതഗോവിന്ദത്തിലെ പദങ്ങളാണ്. അപ്പോൾ ആ അഷ്ടപതി പാടുന്നത് കേട്ട് അമ്പലത്തിൽ നിൽക്കുമ്പോൾ അടുത്ത് നിന്ന് കൂട്ടുകാരികൾ കളിയാക്കി. കാരണം അവർക്ക് മനസ്സിലായി ഈ രാധയും കൃഷ്ണനുമായി മാറിയവരെന്ന്. ഒരാൾ റിക്ഷാക്കാരനും ഒരു പാവപ്പെട്ട സ്ത്രീയുമാണ്. അവർക്കും സ്വയം രാധയായി സങ്കല്പിക്കാം, അവർക്കും ആ റിക്ഷാക്കാരനെ കൃഷ്ണനായി കാണാം. സത്യമാഷാണ് ആ വേഷം അഭിനയിച്ചിരിക്കുന്നത് ഈ റിക്ഷാക്കാരൻ്റെ. സത്യമാഷ് കറുപ്പായതുകൊണ്ട് കൃഷ്ണൻ കറുപ്പനാണല്ലോ, അപ്പോൾ യോജിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഈ കഥ എങ്ങനെയാണ് പാട്ടിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുകൂടി ഗാനരചയിതാവ് കാണിച്ചു തരും അവരുടെ പാട്ടുകളിലൂടെ. നല്ല പാട്ടെഴുത്തുകാരൻ പാട്ടെഴുതിയാൽ ആ പാട്ട് കഥാഗാത്രത്തിലെ അവയവമായി മാറും. ഗാത്രം എന്ന് പറഞ്ഞാൽ ശരീരം. കഥയുടെ ശരീരത്തിലെ ഒരവയവമായി പാട്ട് മാറണം. അതായത് നമ്മൾ പാട്ട് എഴുതുന്നത് വെറുതെ നാളെ ആളുകൾ പാടാൻ വേണ്ടി മാത്രമല്ല, ആ തിരക്കഥയുടെ ഭാഗമായിരിക്കണം. തിരക്കഥ ഒരു ശരീരമാണെങ്കിൽ ആ ശരീരത്തിലെ അവയവങ്ങളായി മാറണം പാട്ടുകൾ. തിരക്കഥയിൽ നിന്ന് അത് വേറിട്ട് നിൽക്കരുത്. അപ്പോൾ ഈ അമ്പലക്കുളങ്ങര കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി എന്ന് പറയുന്നത്, അവർ തമ്മിൽ ഒരു പ്രേമരംഗവുമില്ല. സത്യനും കവിപ്രേമനും തമ്മിൽ, റിക്ഷാക്കാരൻ പപ്പുവും ആ സ്ത്രീയും തമ്മിൽ ഒരു പ്രേമരംഗവുമില്ല. പക്ഷേ ഈ പാട്ടിലൂടെ വയലാർ പറഞ്ഞിരിക്കുന്നു അവരുടെ ഉള്ളിൽ പ്രേമമുണ്ട്. അത് ആളുകൾ, നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഒരു മികച്ച ഗാനരചയിതാവിൻ്റെ ധർമ്മം എന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാനീ പാട്ട് പാടിയത്. ഞാൻ പറഞ്ഞതുപോലെ ഓഡിയൻസിൽ പാട്ടുകളെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എല്ലാം നല്ല പാട്ടുകളാണ്. മുറ്റത്തെ മുല്ലയിൽ മുത്തശ്ശി മുല്ലയിൽ മുത്തുപോലെ മണി മുത്തുപോലെ ഇത്തിരി പൂവിരിഞ്ഞു. മുറ്റത്തെ മുല്ലയിൽ മുത്തശ്ശി മുല്ലയിൽ മുത്തുപോലെ മണി മുത്തുപോലെ ഇത്തിരി പൂവിരിഞ്ഞു. മുല്ലയിൽ ആദ്യം മുട്ട ഉണ്ടാകുന്നത്, അത് മുത്തുപോലെ ഇരിക്കും. ആ മുത്താണ് വിരിയുന്നത്. അപ്പോഴാണ് ഇത് മുത്തല്ല പൂവാണെന്ന്
കവി അറിയുന്നത്. അതാണ് ഭാവന. മുറ്റത്തെ മുല്ലയിൽ മുത്തശ്ശി മുല്ലയിൽ മുത്തുപോലെ മണിമുത്തുപോലെ ഇത്തിരി പൂ വിരിഞ്ഞു. ആദ്യം അത് മൊട്ടാണ്, മുത്തുപോലെയാണ്, പിന്നെ വിരിയുന്നത്. അതുപോലെ മുത്തശ്ശി മുല്ല എന്ന പ്രയോഗം വളരെ കാലമായിട്ട് വാടിപ്പോകാതെ നിൽക്കുന്ന വളരെ പഴയ ഒരു മുല്ല, ധാരാളം നന്നായി വളർന്ന ഒരു മുല്ല. അതിന് കവി കൊടുത്ത പേര് മുത്തശ്ശി മുല്ല. അനേകം കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. മക്കളും ആയ അനേകം പൂക്കൾ ഉണ്ടായി. ആ മുല്ലയിൽ നിന്ന് കമ്പൊടിച്ച് വേറെ മുല്ല ഉണ്ടായി. അങ്ങനെ അനവധി മുല്ലകളുണ്ടായി. അങ്ങനെ ഈ മുല്ല മുത്തശ്ശിയായിട്ട് മാറി. അപ്പോൾ ഇതൊക്കെയാണ് മറ്റു പല ഗാനരചയിതാക്കളിൽ നിന്നും വയലാറിനെ മാറ്റി നിർത്തുന്ന അദ്ദേഹത്തിൻ്റെ മാത്രമായ മുദ്ര, മുത്തശ്ശിമുല്ല എന്ന പ്രയോഗം. അതുപോലെ വളരെ പ്രശസ്തമായ ഒരു പാട്ടുണ്ട്, കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം എന്ന ഒരു പാട്ട് ദേവരാജ മാഷ് അതിമനോഹരമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് പി സുശീല സുന്ദരമായി പാടിയിട്ടുമുണ്ട്. ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മളൊരു പഴയ പാട്ട് ഓർമ്മിക്കും. അതായത് MS സുബ്ബലക്ഷ്മി വളരെ മുമ്പ് പാടിയ ഒരു ഗാനമുണ്ട്. ആദ്യകാലത്ത് ഈ നമ്മുടെ തെന്നിന്ത്യ കണ്ട ഏറ്റവും വലിയ ശാസ്ത്രീയ സംഗീത വിദുഷിയായിരുന്ന MS സുബ്ബലക്ഷ്മി സിനിമയിൽ അഭിനയിച്ചിരുന്നു. ശകുന്തള, മീര, ഭക്തമീര പടങ്ങളിലൊക്കെ നായികയായിട്ട് അഭിനയിച്ചിരുന്നു. പിന്നീട് അവർ സദാശിവം എന്ന ആളിനെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് അഭിനയിക്കേണ്ട, പാടിയാൽ മതി എന്ന് തീരുമാനിച്ചത്. അന്ന് GN ബാലസുബ്രഹ്മണ്യം എന്ന പ്രശസ്തനായൊരു ശാസ്ത്രീയ സംഗീത വിദഗ്ധനുണ്ടായിരുന്നു. JNBയും MS സുബ്രഹ്മണ്യനും തമ്മിൽ അനുരാഗമുണ്ട് എന്നൊരു വിശ്വാസവും പരന്നിരുന്നു. ശാകുന്തളത്തിൽ ദുഷ്യന്തനായ GNB ബാലസുബ്രഹ്മണ്യനാണ് അഭിനയിച്ചത്. ശകുന്തളയായിട്ട് പിന്നെ MS സുബ്ബലക്ഷ്മിയാണ് അഭിനയിച്ചത്. അപ്പോൾ GN ബാലസുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ തുല്യതയില്ലാത്ത ഒരു വലിയ ഗായകനായിരുന്നു. തെന്നിന്ത്യ കണ്ട വളരെ ചെറുപ്പത്തിൽ, നല്ല പ്രായമൊക്കെ ആവുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. GNB ശൈലി എന്ന് പറഞ്ഞൊരു ശൈലി തന്നെ ഇന്നും കർണാടക സംഗീതത്തിലുണ്ട്. അത്ര വലിയൊരു ഗായകനായിരുന്നു. അതുകൊണ്ടൊക്കെ ആവാം GNB യോടൊപ്പം അഭിനയിച്ചതുകൊണ്ട് പെട്ടെന്ന് വിവാഹിതയായപ്പോൾ ഈ സദാശിവം എന്നൊരാൾ, അദ്ദേഹത്തിന് വേറെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിലും സദാശിവം എന്ന ആൾ MS സുബ്ബലക്ഷ്മിയെ സ്വീകരിച്ചപ്പോൾ അദ്ദേഹം MS സുബ്ബലക്ഷ്മിയുടെ എല്ലാ മേൽനോട്ട് ഏറ്റെടുക്കുകയും മുന്നിലേക്ക് നയിക്കുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും MS സുബ്ബലക്ഷ്മി ആയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും ഇന്ത്യയുടെ നൈറ്റിംഗേൽ എന്ന് വിളിക്കാൻ കാരണമായത് ഈ സദാശിവത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. എപ്പോഴും അങ്ങനെ ഒരു ആൾ പിന്നിലുണ്ടെങ്കിൽ മാത്രമേ ആ കാലത്ത് ഒരു സ്ത്രീക്ക് മുന്നോട്ട് വരാൻ കഴിയുകയുള്ളൂ. ML വസന്തകുമാരി എന്ന ഗായിക MS സുബ്ബലക്ഷ്മിയെപ്പോലെ തന്നെ ഒരേ നിരയിൽ നിൽക്കുന്ന ഗായികയായിരുന്നു. പക്ഷേ ML വസന്തകുമാരിക്ക് കൂടെ ഇതുപോലെ പിന്തുണ നൽകാൻ ഒരു സദാശിവം ഉണ്ടായില്ല. ML വസന്തകുമാരിയോട് നമുക്ക് അടുപ്പമുണ്ട്, കാരണം നമ്മുടെ ശ്രീവിദ്യയുടെ അമ്മയാണ്. അപ്പം അങ്ങനെ അവർ പാടിയ MS സുബ്ബലക്ഷ്മി പാടിയ ഒരു പാട്ടുണ്ട്, കാറ്റിനിലേ വരും ഗീതം, കാറ്റിനിലേ വരും ഗീതം. MS സുബ്ബലക്ഷ്മിയുടെ പാട്ടൊക്കെ ഞാൻ പാടുന്നത് വളരെ അക്ഷന്തവ്യമായ അപരാധമാണ്. പക്ഷെ നിങ്ങൾ ഈ പാട്ട് കേൾക്കണം. യൂട്യൂബിൽ MS സുബ്ബലക്ഷ്മി കാറ്റിനിലേ വരും ഗീതം എന്ന് പറഞ്ഞാൽ അത്. അപ്പോൾ പെട്ടെന്ന് ഈ ഇളം കാറ്റിൽ ഒഴുകി വരും ഗീതം എന്ന് വയലാർ എഴുതിയപ്പോൾ തീർച്ചയായിട്ടും വയലാറിൻ്റെ മനസ്സിൽ ഈ MS സുബ്ബലക്ഷ്മി പാട്ടുണ്ടായിരിക്കണം. പക്ഷേ അത് പാട്ട് ആശയം വേറെയാണ്, ഈണം വേറെയാണ്. എങ്കിലും കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. അത് പാടാൻ വളരെ പ്രയാസമുള്ള ഒരു ഈണമാണ്.
ദേവരാജ മാസ്റ്റർ നൽകിയിരിക്കുന്നത്. പക്ഷേ സുശീല അമ്മ, പി സുശീല അതിമനോഹരമായിട്ട് ആ പാട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ മിക്കവാറും എല്ലാ പാട്ടുകളും മികച്ചതാണ്. അതിൽ ഈ നമ്മുടെ കുട്ടി, അതായത് ആദ്യം ഓടയിൽ നിന്ന് പപ്പു എന്ന റിക്ഷാക്കാരൻ കണ്ടെടുക്കുന്ന കുട്ടി പാടുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് പാടിയിരിക്കുന്ന രേണുകയാണ്. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോൾ വരും, അമ്മിണിത്താരക കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാൻ എപ്പോൾ വരും. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോൾ വരും, അമ്മിണിത്താരക കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാൻ എപ്പോൾ വരും. ഈ പാട്ട് പാടിയിരിക്കുന്നത് രേണുക എന്ന ഗായികയാണ്. ഈ മലയാള സിനിമയിലും തമിഴ് സിനിമയിലും 60കളിൽ അനവധി കുട്ടികളുടെ ഗാനങ്ങൾ പാടിയിട്ടുള്ള ഗായികയാണ് രേണുക. പ്രായമായ സ്ത്രീയാണ്, യുവതിയായിരുന്ന ആ കാലത്ത്. രേണുക ദേവരാജ മാസ്റ്റർക്ക് വേണ്ടിയും അനവധി പടങ്ങളിൽ കുട്ടികളുടെ പാട്ട് പാടിയിട്ടുണ്ട്. മറ്റൊരു പാട്ട് അന്ന് കുട്ടിയായിരുന്ന ലത, പിന്നീട് ലത രാജുവായി മാറിയ ശാന്ത പി നായർ എന്ന നമ്മുടെ പ്രസിദ്ധ ഗായിയുടെ മകൾ ലതയാണ് പിന്നെ കുട്ടികൾക്ക് വേണ്ടി പാടിയിരുന്നത്. പക്ഷേ അവർ കുട്ടിയായിരിക്കുമ്പോൾ തന്നെയാണ് പാടിയത്. ഇപ്പോഴാണ് വിവാഹത്തിന് ശേഷമാണ് ലത രാജുവായത്. ആദ്യകാലത്ത് ബേബി ലതയായിരുന്നു. അതുപോലെ MS രാജേശ്വരി എന്നൊരു ഗായിക ഉണ്ടായിരുന്നു. അവരും കുട്ടികൾക്ക് വേണ്ടി പാടുന്ന ഗായികയായിരുന്നു. കുട്ടികളുടെ ശബ്ദമാണ്. അപ്പോൾ ഈ അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോൾ വരും, അമ്മിണിത്താരക കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാൻ എപ്പോൾ വരും. ഇന്നലെ രാത്രിയിൽ കണ്ടില്ല, ഇന്നു വെളുപ്പിനും കണ്ടില്ല എന്നങ്ങനെ പോകും. അതിമനോഹരമായിട്ട് കുഞ്ഞിൻ്റെ ഭാഷയിൽ, കുഞ്ഞിൻ്റെ ശൈലിയിൽ വയലാറാമം എഴുതിയ പാട്ടാണ്. അപ്പോൾ ഈ അമ്പിളി അമ്മാവനെ വെച്ച് അനവധി പാട്ടുകൾ മലയാളത്തിലുണ്ട്. ജീവിത നൗകയിലൊരു പാട്ടുണ്ടായിരുന്നു, അമ്പിളി അമ്മാവ തിരിഞ്ഞു നിന്നൻപിനോടൊന്നു ചൊല്ല്, ഇങ്ങു പോകുന്നീ വണ്ണം തനിച്ചു നീ അങ്ങു ഞാനും വരട്ടോ. അമ്പിളി അമ്മാവ തിരിഞ്ഞു നിന്നൻപിനോടൊന്നു ചൊല്ല്, എങ്ങു പോകുന്നീ വണ്ണം തനിച്ചു നീ അങ്ങു ഞാനും വരട്ടോ. അങ്ങനെ വളരെ പണ്ട് നമ്മുടെ ജീവിത നൗകയിൽ 1953 വന്ന ജീവിത നൗകയിൽ തന്നെ അമ്പിളിയമ്മാനെ കുറിച്ച് പാട്ടുണ്ട്. പിന്നെ ONV എഴുതി ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയ ഒരു ഭയങ്കര വളരെ പ്രശസ്തമായ നാടകഗാനമുണ്ട്, നിങ്ങൾക്കറിയാം. അമ്പിളി അമ്മാവ താമരക്കുമ്പിളിലെന്തുണ്ട്, അമ്പിളി അമ്മാവ താമരക്കുമ്പിളിലെന്തുണ്ട്, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്, അമ്പിളി അമ്മാവ താമരക്കുമ്പിളിലെന്തുണ്ട്. ഇത് KPSC സുലോചന പാടിയ, സുലോചന എന്ന KPSC സുലോചന പാടിയ പാട്ടാണ്. ഇത് എഴുതിയത് ONV ആണ്. അപ്പോൾ അനവധി അമ്പിളിയമ്മാവന്മാർ, നമ്മുടെ അമ്പിളിയെക്കുറിച്ചുള്ള പാട്ടുകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അത് ഓടയിൽ നിന്നിൽ വയലാർ വ്യത്യസ്തമായ ഇതാണ് അമ്പിളിയെക്കുറിച്ചുള്ള അമ്മേ അമ്മേ അമ്മേ. അമ്പിളിയമ്മാവൻ തുടങ്ങാതെ ബുദ്ധിപൂർവ്വം അദ്ദേഹം അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോൾ വരും, അമ്മിണിത്താരക കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാൻ എപ്പോൾ വരും എന്ന് അദ്ദേഹത്തിൻ്റെതായ തനത് ശൈലിയിൽ വയലാർ എഴുതി ലളിതമായി ദേവരാജ മാസ്റ്റർ ചിട്ടപ്പെടുത്തി. അപ്പോൾ ഈ രേണുക എന്ന ഗായിക പാടി. ഈ രേണുക എന്ന ഗായികയുടെ അനവധി ഗാനങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കേൾക്കാൻ കഴിയും. തമിഴിലും മലയാളത്തിലുമാണ് അവർ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്. ഈ രേണുക ഇപ്പോൾ നമുക്ക് പരിചയപ്പെടാൻ ഒരു പ്രയാസവുമില്ല. കാരണം ഫ്ലവേഴ്സ് TV-യിൽ അവിടുത്തെ റിയാലിറ്റി ഷോ ആയ ടോപ്പ് സിംഗറിൽ ജഡ്ജായി വരുന്ന അനുരാധ ശ്രീറാം എന്ന പാട്ടുകാരെ അറിയാത്തവരില്ലല്ലോ. നിങ്ങൾക്കറിയാലോ, കറുപ്പുതാൻ എനക്കു പൊടിച്ച കലറ് എന്ന പാട്ട് പാടിയ തമിഴിൽ, കറുപ്പുതാൻ എനക്കു പിടിച്ച കളർ എന്ന പാട്ട് പാടിയ അനുരാധ ശ്രീറാം. ഇപ്പോൾ അവർ നമ്മളെ കാണുന്നത് ഫ്ലവേഴ്സ് TV-യിൽ റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ട് വരുന്ന അനുരാധ ശ്രീറാമിൻ്റെ അമ്മയാണ് ഈ അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോൾ വരും എന്ന കുട്ടിപ്പാട്ട് പാടിയ രേണുക എന്ന മഹതി. ഇപ്പോൾ അവർ അനുരാധയുടെ അമ്മയാണ്. അപ്പോൾ ഈ ഓടയിൽ നിന്ന് എന്ന
സിനിമ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാര്യ, മണവാട്ടി, ഓമനക്കുട്ടൻ തുടങ്ങിയ ചില പടങ്ങൾ പോലെ വയലാറും ദേവരാജനും ഒരുമിച്ച് എല്ലാ പാട്ടുകളും ഹിറ്റായ പടങ്ങളാണ്. അങ്ങനൊരു പടമായിട്ട് നമുക്ക് ഓടയിൽ നിന്ന് എന്ന ചിത്രത്തെ കരുതാം. ഇതിൽ തന്നെ മാനത്ത് ദൈവമില്ല, മണ്ണിലും ദൈവമില്ല, മനസ്സിനുള്ളിലാണ് ദൈവം എന്നൊക്കെ ഉള്ള ഒരു പാട്ടുണ്ട്. മാനത്ത് ദൈവമില്ല, മണ്ണിലും ദൈവമില്ല, മനസ്സിനുള്ളിലാണ് ദൈവം. അത് ശരിക്കും പറഞ്ഞാൽ എം രാജയാണ് പാടിയിരിക്കുന്നത്. അത് ഓടയിൽ നിന്ന് പ്രേം നസീർ സ്ഥാനാണ് പാടുന്നത്. ഈ പപ്പു നിറഞ്ഞു നിൽക്കുന്ന, അതായത് സത്യൻ മാസ്റ്റർ പപ്പുവായി നിറഞ്ഞു നിൽക്കുന്ന ചിത്രത്തിൽ ഒരാവശ്യവുമില്ലാതെ ഒരു ചെറിയ വേഷത്തിൽ, അതായത് ഈ കുട്ടി വളരുന്നത് കെ ആർ വിജയാണ്. അപ്പോൾ കെ ആർ വിജയ് വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരന് നിസ്സാരക്കാരനാവുന്നില്ല. കാരണം അന്നത്തെ കാലത്തെ യുവതിയായ കെ ആർ വിജയ എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിൻ്റെ നിറകുടമാണ്. അപ്പോൾ ആ കെ ആർ വിജയയുടെ ഒപ്പം നിൽക്കാൻ നസീർ സാർ തന്നെ വേണമെന്നുള്ളത് കൊണ്ട് നിർമ്മാതാവ് പി രാമസ്വാമി ആ വേഷത്തിൽ നസീർ സാറിനെ അഭിനയിപ്പിച്ചു. നസീർ സാർ തന്നെ എവിടെയും സഹകരിക്കുന്ന ഈഗോ ഇല്ലാത്ത ആളായതുകൊണ്ട് സത്യൻ നല്ല റോൾ ചെയ്യുന്നു, ചെറിയ വേഷം ചെയ്യാൻ കുഴപ്പമില്ലാന്ന് അദ്ദേഹം വന്ന് ഞാൻ ചെയ്യാം എന്ന് അദ്ദേഹം വന്ന് ചെയ്തു. പക്ഷേ അദ്ദേഹം നമ്മൾ സത്യൻ മാസ്റ്ററുടെ ഈ പപ്പു എന്ന കഥാപാത്രത്തെ കണ്ട് മനസ്സ് നിറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് നസീർ സാർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് മാനത്തു ദൈവമില്ല, മണ്ണിലും ദൈവമില്ല, മനസ്സിലുള്ള ദൈവം എന്നൊരു തത്വചിന്താപരമായ ഗാനമൊക്കെ പാടിയപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ തിയേറ്ററിനകത്തൊരു ബഹളമുണ്ടായി. അപ്പോൾ അത് ഞാനടക്കമുള്ള നസീർ സാറിൻ്റെ അന്നത്തെ ആരാധകർക്ക് വളരെ വേദനയായി. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സന്ദർഭം നോക്കി വേണം പാട്ട് വയ്ക്കാൻ. അവിടെ ഒരിക്കലും ഒരു പാട്ട് വരാൻ പാടില്ലായിരുന്നു. അത് സേതുമാധവൻ സാറിനും പറ്റിയ ഒരു അബദ്ധമാണ്. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് വയലാറമ്മയുടെ പ്രതിഭാ സങ്കേതത്തിലേക്ക് പ്രവേശിക്കണം. നമ്മൾ തുടരും. വീണ്ടും കാണാം. വയലാർ ഗാനങ്ങളിലൂടെ യാത്ര, പുതിയ എപ്പിസോഡ്. നന്ദി, നമസ്കാരം.